Hi, myself Hanana, physiotherapist. Bell's palsy അല്ലെങ്കിൽ ഫേഷ്യൽ പാൽസി യൂഷ്വലി രണ്ട് കണ്ടീഷനിലും കാണുന്ന സിംറ്റംസ് എല്ലാം സിമിലർ ആണ്. ബട്ട് ലീഷൻ സൈറ്റിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം. ഫേഷ്യൽ പാൽസി എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിൻ്റെ ഫേസ് ഒരു സൈഡിലോട്ട് ഡീവിയേഷൻ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. മെയിൻലി ഫേസിൻ്റെ ഒരു സൈഡിലുള്ള മസിൽസിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡിലുള്ള മസിൽസ് ഓവർ ആക്ട് ചെയ്തിട്ട് ആ സൈഡിലോട്ട് ഡീവിയേഷൻ ഉണ്ടാവുന്നത്. നമ്മുടെ ഫേഷ്യൽ മസിൽസിനെ സപ്ലൈ ചെയ്യുന്നത് ഫേഷ്യൽ നെർവാണ്, 7th ക്രാനിയൽ നെർവ്. ഈ ഫേഷ്യൽ നെർവിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ കാരണം ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇയർ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ കാരണമാണ് ഫേഷ്യൽ നെർവിൽ എന്തെങ്കിലും പാത്തോളജി ഉണ്ടാവുന്നതിനാണ് നമ്മൾ ഫേഷ്യൽ പാൽസിയുടെ ഒരു കോസ് എന്ന് പറയുന്നത്. അത് കാരണം അത് മസിൽസിനെ പാരലൈസ് ചെയ്യുന്നതാണ്. മസിൽസിലോട്ട് പ്രോപ്പർ സപ്ലൈ കൊടുക്കാതിരിക്കുന്ന സമയത്താണ് ഫേഷ്യൽ പാൽസി ഉണ്ടാവുന്നത്. ആൻഡ് മെയിനായിട്ട് ഇതിന് കാണുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് സഡൻ ആയിരിക്കും സിംറ്റംസ്. പെട്ടെന്ന് നമ്മളിപ്പം പേഷ്യൻ്റ് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ ഫേസ് ഒരു സൈഡിലോട്ട് കോടിയിട്ടിരിക്കുന്നുണ്ടാവും, അല്ലെ ഡിവേറ്റ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് അവർ പെട്ടെന്ന് പേടിച്ചു പോകുന്ന സമയം ഉണ്ടാവാറുണ്ട്. കാരണം എന്താണ് നടന്നതെന്ന് അവർക്ക് മനസ്സിലാവാതിരിക്കുമ്പോൾ അവർ പേടിച്ചു പോകും. അത്തരം സിറ്റുവേഷൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ഒരു കണ്ടീഷനാണ് ആൻഡ് ദിസ് ഇസ് ട്രീറ്റബിൾ. ആൻഡ് മെയിനായിട്ട് കാണുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ അവർക്ക് അഫക്റ്റഡ് സൈഡിലുള്ള ഫങ്ഷൻസ് ഒക്കെ ഡിക്രീസ്ഡ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഐസ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഐബ്രോസ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഫോർഹെഡിൽ ഫ്രോൺ ലൈൻസ് ഉണ്ടാവില്ല അഫക്റ്റഡ് സൈഡിൽ. ഇപ്പോൾ റൈറ്റ് സൈഡാണ് ഇഫ് അഫക്റ്റഡ്. ആൻഡ് നമ്മൾ അവരോട് സ്മൈൽ ചെയ്യാൻ പറയുന്ന സമയത്ത് അവരുടെ ലിപ്സ് കംപ്ലീറ്റ്ലി ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും പോകുന്നത്, അൺഅഫക്റ്റഡ് സൈഡിലോട്ട്. കാരണം ഈ സൈഡിലുള്ള മസിൽസ് പാരലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ സൈഡിലോട്ട് സ്മൈൽ വരില്ല. അതേപോലെ അത് നേസൽ ഹോൾസിലൂടെ അവർക്ക് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇത്തരം ഒരുപാട് റീസൺസ്, ഇങ്ങനത്തെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് മെയിൻലി ഫേഷ്യൽ പാൽസിയിൽ കാണുന്നത്. അപ്പോൾ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് മെയിനായിട്ട് ഡോക്ടേഴ്സ് കോസ് എന്താണോ, ഇഫ് ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് മെഡിക്കേഷൻസ് ആയിട്ടാണ് ഡോക്ടേഴ്സ് കൊടുക്കുന്നത്. ആൻഡ് മെയിനായിട്ട് നമ്മൾ ഇതിൽ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി തന്നെയാണ്. ഫിസിയോതെറാപ്പിയിലെ ഒരു മെയിൻ കണ്ടീഷനാണ് ഫേഷ്യൽ പാൽസി എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദി കേസസും റെഫറൻസസ് വരുന്നത് ഫിസിയോതെറാപ്പിയിലോട്ടാണ്. കാരണം പാരലൈസ്ഡ് ആയിട്ടുള്ള മസിൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫങ്ഷൻസ് റീഎഡ്യൂക്കേറ്റ് ചെയ്യാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതിനായിട്ട് ഫിസിയോസ് ഞങ്ങൾ മെയിനായിട്ട് കൊടുക്കുന്നത് മസിൽ സ്റ്റിമുലേഷനാണ്, ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ. അത് മസിൽസിൽ ഗ്രൂപ്പ് സ്റ്റിമുലേഷനും കൊടുക്കും ആസ് എ ഹോൾ, ആൻഡ് ഇൻഡിവിജ്വൽ മസിൽസ് സിംഗിൾ മസിൽ സ്റ്റിമുലേഷനും കൊടുക്കും. ആൻഡ് എനിക്ക് തോന്നുന്നു മേ ബി സിംഗിൾ മസിൽ സ്റ്റിമുലേഷൻ ഈസ് മോർ എഫക്റ്റീവ് എന്ന് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫിസിയോ. ആൻഡ് ഇത് രണ്ട് രീതിയിലും കൊടുക്കുന്നതാണ്. ആൻഡ് നമ്മൾ ഈ ഫേഷ്യൽ നെർവിന് എഫക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഫേഷ്യൽ നെർവിൻ്റെ ട്രങ്കിലും നമ്മൾ സ്റ്റിമുലേഷൻ കൊടുക്കുന്നതാണ്. ആൻഡ് ഫേഷ്യൽ നെർവിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫാരഡിക് കറണ്ട്, ഷോർട്ട് ഡ്യൂറേഷൻ കറണ്ടാണ് കൊടുക്കുന്നത്. ആൻഡ് മസിൽസിൽ നമ്മൾ ഗാൽവാനിക് ലോങ് ഡ്യൂറേഷൻ കറണ്ടുമാണ് കൊടുക്കുന്നത്. മെയിനായിട്ട് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ കൊടുക്കുന്നുണ്ട്. ആൻഡ് അതർ ദാൻ ദാറ്റ് ഫേഷ്യൽ മസിൽസിൻ്റെ എക്സസൈസസ്, അതായത് ഇപ്പോൾ അവർക്ക് എന്തൊക്കെയാണോ ഫങ്ഷൻസ് പോയിട്ടുള്ളത് ആ ഫങ്ഷൻസ് തന്നെ അവരോട് കുറച്ചും കൂടെ അസിസ്റ്റഡ് ആയിട്ട് ചെയ്യാൻ പറയാം. ഇപ്പോൾ കണ്ണടയ്ക്കാൻ പറ്റാത്ത ആളാണെന്നുണ്ടെങ്കിൽ അവരോട് കണ്ണടയ്ക്കാൻ പറയാം. ആൻഡ് ഐബ്രോ പൊക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിത്തൊരു അസിസ്റ്റൻസ് അത് ചെയ്യാൻ പറയാം. ഇപ്പം സ്മൈൽ ചെയ്യുന്ന സമയത്ത് 2 ഫിംഗേഴ്സ് കൊണ്ട് നമ്മുടെ അഫക്റ്റഡ് സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് ചെയ്യാൻ പറയാം. അത്തരം ഫേഷ്യൽ എക്സസൈസുകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് വായിൽ വെള്ളം വെച്ചിട്ട് അത് ഹോൾഡ് ചെയ്യാൻ പറയാം. ആൻഡ് ഒരു ബലൂൺ ബ്ലോ ചെയ്യാൻ പറയാം. എന്തെങ്കിലും കോട്ടൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബ്ലോ ചെയ്യാൻ പറയാം. അത്തരം ഫേഷ്യൽ എക്സസൈസുകൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഫിസിയോസ് മെയിനായിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. യൂഷ്വലി ഈ കണ്ടീഷൻ ട്രീറ്റബിൾ ആണ്. ഒരു ഏറ്റവും ചുരുങ്ങിയ സമയം വിത്തിൻ 2 weeks ഓക്കെ ആവുമെന്ന് നമുക്ക് പറയാം. ബട്ട് ഇഫ് കേസ് കോസസ് ഒക്കെ അൺനോൺ ആണെന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസിൽ കോസ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റാറില്ല, ചിലത് സിവിയറായി പോവാറുണ്ട്. അത്തരം കണ്ടീഷൻസൊക്കെ മേ ബി ടേക്സ് ഇയേഴ്സ്. ആൻഡ് ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറഞ്ഞതുപോലെ 2 to 3 weeksനുള്ളിൽ, ആൻഡ് മന്ത്സ് ആൻഡ് ഇയേഴ്സ് പോവാറുണ്ട് ചില കണ്ടീഷൻസ്. അത് ഡിപ്പെൻഡ്സ് ആണ്, പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ആയിരിക്കും. ദിസ് ഈസ് ഓൾ അബൌട്ട് ഫേഷ്യൽ പാൽസി ആൻഡ് താങ്ക് യു.